അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ, ഇതാണ് നമ്മുടെ പ്ലാൻ. സിറ്റ് ഔട്ട്. ഒരാളും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. കൊടുത്തോളൂ. ഒരു മിനിറ്റ്. ഇല്ല, ആള് ലെഫ്റ്റ് ആയി. നമുക്ക് ഇതിലേക്ക് പോവാം. അപ്പോൾ സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, പിന്നെ ഇവിടുത്തെ ഒരു ബെഡ്റൂം, അതിന് ടോയ്ലറ്റ്, ഇവിടെ ഒരു ബെഡ്റൂം, അതിന്റെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണ്. ഇത് ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനാണ്. അപ്പർ ലിവിങ്, ഇവിടെ ഒരു ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ്, പിന്നെ ഓപ്പൺ ടെറസ്. ഇതാണ് നമ്മുടെ ഇന്റീരിയറിന്റെ പ്ലാൻ വരുന്നത്. ഈ പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് വരുന്നത് സിറ്റ് ഔട്ട് ആണ്. സിറ്റ് ഔട്ട് ഇത്, അതിനുശേഷം സിറ്റ് ഔട്ട്, അതിനുശേഷം ലിവിങ്, കിച്ചൺ. ഈ കിച്ചൺ ഓപ്പൺ കിച്ചൺ അല്ലേ? ഓപ്പൺ കിച്ചൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒക്കെ ആഡ് ചെയ്യുന്നുണ്ടോ? ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇല്ലേ? ഇവിടെയാണ് കൗണ്ടർ പോലെ വരുന്നത്, ഓപ്പൺ കിച്ചന്റെ ഭാഗത്ത്. അവിടെ തന്നെ അതും സെറ്റ് ചെയ്യാനാണ്, ചെയർസ് ഒക്കെ ആഡ് ചെയ്തിട്ട്. ഓക്കെ, ശരി. ഓക്കെ, പിന്നെ ഇത് വർക്ക് ഏരിയ, ഇത് ബെഡ്റൂം, ഇത് ടോയ്ലറ്റ്, ഇത്. ഈ ടെറസ് എങ്ങനത്തെ മോഡലാണ് ഉദ്ദേശിക്കുന്നത്? നോർമൽ ആണോ ഉദ്ദേശിക്കുന്നത്, അതോ ഇപ്പോഴത്തെ ഈ മോഡൽസ് ഇല്ലേ, പല മോഡൽസും ഉണ്ട്. ഒരു മിനിറ്റ്, ഒരാളും കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. കൊടുത്തു. നമ്മുടെ ടെറസ് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഈ ഇന്റീരിയറിൽ എങ്ങനെ, പ്രീമിയം ബഡ്ജറ്റ് ആണോ അതോ ഒരു മീഡിയം ബഡ്ജറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? മീഡിയം ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, മീഡിയം ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനനുസരിച്ച് സ്ട്രക്ചറിൽ ഒരു സ്റ്റെയർ അതിനനുസരിച്ച് കൊടുക്കാം. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. ഓക്കെ, ഇപ്പൊ ഫർണിച്ചേഴ്സ് എല്ലാം നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും ഒരു മീഡിയം ബഡ്ജറ്റിന് വേണ്ട ഫർണിച്ചേഴ്സും എല്ലാമാണ് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്നിട്ട് സ്ട്രക്ചർ കാണിക്കുമ്പോൾ അതിൽ എന്തെങ്കിലും നമുക്ക് മാറ്റാം. പിന്നെ സീലിംഗ്, ഹാങ്ങിങ് ലൈറ്റ്സ് അങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നില്ലേ? നമുക്ക് അതൊരു മീഡിയം ബഡ്ജറ്റിൽ അതും ആഡ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റീരിയറിന്റെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാവോ? പുള്ളിക്കൊന്ന് കാണാൻ വേണ്ടിയാ, ജസ്റ്റ് ഒരു 5 മിനിറ്റ്. എക്സ്റ്റീരിയർ ചെയ്യുന്നത് വേറൊരു കുട്ടിയാണ്. ആ കുട്ടി ഞാനിപ്പോ ഇന്റീരിയറിന്റെ മീറ്റിംഗിന് വേണ്ടി മാത്രം പ്രസന്റ് ചെയ്തതാണ്. എക്സ്റ്റീരിയർ ചെയ്യുന്ന വേറൊരു കുട്ടിയാണ്. ഓക്കെ, നമുക്ക് ഇന്റീരിയറിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഇന്റീരിയൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. എക്സ്റ്റീരിയർ ചെയ്യുന്ന വേറൊരു കുട്ടി, അത് കണ്ടായിരുന്നില്ല? നേരത്തെ മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് കണ്ടായിരുന്നു. അതല്ല, പുള്ളിക്കോട് ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ആണോ? കുഴപ്പമില്ല, എനിക്കൊന്ന് ഇട്ട് തരാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ശരി, ഞാനൊന്ന് ഇൻഫോം ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് ഈ ഇന്റീരിയറിന്റെ കളർ പാറ്റേൺ എന്താ? എല്ലായിടത്തും ഒരേ കളറാണോ അതോ ഡിഫറെന്റ് കളറാണോ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, പ്ലാൻ നമുക്ക് സ്ട്രക്ചർ ചെയ്തിട്ട് നമുക്ക് കളറിലേക്ക് കിടക്കാം. ഇപ്പൊ നോർമൽ ഫർണിച്ചേഴ്സ് വെച്ചാണ് നമ്മളെല്ലാം ചെയ്യാൻ പോകുന്നത്. ഇത് വെച്ച്. ഓക്കെ, ഞാൻ കുറച്ച് മോഡൽസ് കാണിക്കട്ടെ, നമ്മുടെ ഇന്ത്യയിലെ കുറച്ച് മോഡൽസ്. നമുക്ക് എന്നിട്ട് ഒരു മീഡിയം ചെയ്തേക്കുന്ന വർക്കിന്റെ കുറച്ച് മോഡൽസ് കാണിക്കാം. എന്നിട്ട് അത് നോക്കി നമ്മുടെ ഇതിലും സെലക്ട് ചെയ്യാം. ഒരു മിനിറ്റ്. അനീഷേട്ടാ, എന്തേലും പറയണം കേട്ടോ. ഇതെല്ലാം ഒരു പ്രീമിയം ആണ്. നമുക്ക് ഇതൊക്കെ ഒരു മീഡിയം വരുന്ന ഒരു ടൈപ്പാണ്. മീഡിയം ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇതെല്ലാം. ഇത് കുറച്ച് പ്രീമിയം ആണ്. നമുക്ക് ഇതും പ്രീമിയം ആണ്. ഇതൊക്കെ ഒരു നോർമൽ ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ഒരു ലിവിംഗ് ആണ്. ഇത് പിന്നെ ഈ ഒരു ഇതില് നമുക്ക് അങ്ങനെ തന്നെ കോപ്പി ചെയ്യണമെന്നല്ല, ഒരു ചെറിയൊരു റെഫറൻസ് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എനിക്ക് പറ്റിയതുപോലെ നിങ്ങൾ നോക്കിയിട്ട് ഒരെണ്ണം എടുത്തിട്ടേ, വലിയ എക്സ്പെൻസ് വരുന്നില്ലാത്ത. ഓക്കെ, നമുക്കൊരു മീഡിയം ബഡ്ജറ്റ് വെച്ച് നോക്കി ചെയ്യാല്ലേ. ഇപ്പൊ നമുക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോഴേക്കും എല്ലാ ഫർണിച്ചേഴ്സും, സീലിംഗ്, ഹാങ്ങിങ് ലൈറ്റ്, സീലിംഗ് ഫാൻ എല്ലാം ആഡ് ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും സ്ട്രക്ചർ കാണിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്, പ്ലാൻ ഒന്നും കൂടെ എടുക്കാമേ. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫസ്റ്റ് ഫ്ലോറിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് സജഷൻസോ എന്തെങ്കിലും പറയാനോ ഉണ്ടോ ഇനി?
അനീഷേട്ടാ ആ പ്രയർ യൂണിറ്റിന്റെ കാര്യം അവിടെ അനീഷേട്ടാ ഒന്ന് യൂണിറ്റ് ആ പൊസിഷനിലെ വേദന പൊസിഷൻ നോക്കാം. കാരണം തെറ്റിയൊരു ബാക്ക് സൈഡ് വരുന്ന ഒരു ഹലോ, വോയിസ് നോട്ട് ക്ലിയർ ആയില്ല കേട്ടോ, ക്ലിയർ ആയില്ല, ക്ലിയർ ആയില്ല. പ്രയർ യൂണിറ്റ് വരുന്നതേ ആ നമുക്ക് ലിവിങ്ങിലെ പ്രയർ യൂണിറ്റ് വരുന്നത് സ്വിച്ചിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് വരുന്നത്. ആ പൊസിഷൻ അല്ലാതെ വേറെ ഏത് പൊസിഷനിൽ അത് ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അത് നമുക്ക് സ്ട്രക്ചർ ചെയ്യുമ്പോഴേക്കും നമുക്ക് അതൊന്ന് നോക്കാം. ഫസ്റ്റ് ഒരു മോഡൽ ചെയ്തിട്ട് അത് കാണിച്ചിട്ട് അതിൽ എന്തെങ്കിലും നമുക്കൊരു വ്യത്യാസം തോന്നുകയാണെങ്കിൽ അത് ആ സ്ട്രക്ചർ മാറ്റി നമുക്ക് ചെയ്യാം. അതായിരിക്കും പിന്നെ നല്ലത്. ഇന്റീരിയറിൽ വരുമ്പോൾ നിങ്ങൾ ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എന്ത് മെറ്റീരിയലാണ് നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മീഡിയം ബഡ്ജറ്റ് എന്ന് വെച്ചാൽ മീഡിയം ക്വാളിറ്റിയിൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മെറ്റീരിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് ടൈല് അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ടൈല് പിന്നെ സീലിംഗ് അങ്ങനത്തെ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്റീരിയർ പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഇന്റീരിയറും ഫർണിഷിങ്ങും എല്ലാം പറഞ്ഞായിരുന്നല്ലോ. അതായത് വാർഡ്രോബ്സ് ഐറ്റംസും ഫർണിഷിങ്ങും എല്ലാം പറഞ്ഞല്ലോ. അത് നമ്മൾ വാർഡ്രോബ് പിന്നെ ബെഡ് അതെല്ലാം നമ്മളൊരു മീഡിയം ബഡ്ജറ്റിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മീഡിയം എന്ന് പറയുമ്പോഴേക്കും മീഡിയം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അത് എന്ത് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് ചോദിച്ചത്. ലോ ബഡ്ജറ്റിൽ വരുമ്പോൾ അത് ഏത് മെറ്റീരിയലാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ് ചോദിച്ചത്. മെറ്റീരിയൽ ഓക്കെ, നിങ്ങൾ ഡിസൈൻ ചെയ്യാം. പിന്നീട് അവരെ കൺസെപ്റ്റ് ചെയ്യട്ടെ. ലാസ്റ്റ് ഡിസൈനിങ് കഴിഞ്ഞിട്ട് അതെന്താണെന്നുള്ള പിന്നീട് ചിന്തിക്കുക. ഓക്കെ, നമുക്ക് സ്ട്രക്ചർ ആഡ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് ചെയ്യാം. ഈ മെറ്റീരിയൽ ഉദ്ദേശിക്കുന്നപ്പോൾ ഓരോന്നും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ സോഫ ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് 4 സീറ്റ് വേണ്ട 3 സീറ്റ് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എല്ലായിടത്തും ഒരു ഫസ്റ്റ് സ്ട്രക്ചറിൽ സ്ട്രക്ചർ വരുന്നതിന് ശേഷം പിന്നീട് അടുത്ത ഇന്റീരിയറിന്റെ 3D ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്റീരിയർ 3D ആകുമ്പോഴത്തേക്ക് അതിനകത്ത് അവര് ഈ പറഞ്ഞ ലെവലിൽ ആഡ് ചെയ്ത് എന്നിട്ട് സ്ട്രക്ചർ തീർന്നതിന് ശേഷം ഫിനിഷിങ്ങിന് ശേഷം ഏതാണെന്നുള്ളത് നോക്കിയാൽ പോരെ ഫർണിച്ചർ. അല്ല അനീഷേട്ടാ നമുക്കൊരു ജസ്റ്റ് ഒരു പ്ലാനിന് വേണ്ടിയാണ്. ഇതിനകത്ത് ഏത് സോഫ ഇട്ടാൽ ശരിയാവും എന്നറിയാൻ വേണ്ടി മാത്രം. ശരി, നമ്മളെ ഐറ്റം ഒന്നും കൺഫേം ചെയ്യുന്നില്ല. ആ ഐറ്റം തന്നെ ഇടണമെന്നല്ല നമ്മള് പറഞ്ഞത്. അവിടെ 3-1 ഉള്ള സോഫ ആണെങ്കിൽ അവരുടെ ഇതനുസരിച്ചുള്ള 3D റെഡി ആക്കട്ടെ ആദ്യം. 3D റെഡി ആക്കട്ടെ. 3Dക്ക് വേണ്ടിയിട്ടാണ് ചേട്ടാ. ഓക്കെ, ഒരു കാര്യം ഇപ്പൊ ഈ റൂമിലൊക്കെ ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കുമോ? റൂമിനകത്ത് ഹാങ്ങിങ് ലൈറ്റ് വേണ്ടല്ലോ. അത് കിച്ചൺ ഡൈനിങ് ആണ് അത് മെജോറിറ്റി ഹാങ്ങിങ് ലൈറ്റ് കൊടുക്കാറുള്ളത്. ഓപ്പൺ കിച്ചൺ വരുമ്പോൾ അതിന്റെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഉണ്ടെങ്കിൽ ഹാങ്ങിങ് വരും. പിന്നെ വരുന്നത് വെച്ചാൽ സ്റ്റെയർകേസ് എല്ലാം ഉണ്ടെങ്കിൽ അവിടെ മാത്രമേ ഹാങ്ങിങ് ഉള്ളൂ. ബാക്കിയൊന്നും ഹാങ്ങിങ് റൂംസ് ഒന്നും ഇല്ലല്ലോ. റൂംസില്ല, ഫാൾ സീലിംഗ് ഉണ്ടെങ്കിൽ ഫാൾ സീലിംഗ് ലൈറ്റ് വരുമല്ലോ. ഫോൾ സീലിംഗ് ചെയ്യുമ്പോൾ സീലിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പം ഫോൾ സീലിംഗ് അല്ല, മറ്റേ ലൈറ്റ് അല്ലേ വരുള്ളൂ. അതേ വരുള്ളൂ. പ്രൊഫൈലോ അങ്ങനെയുള്ളതൊക്കെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും. ഇപ്പൊ നമുക്കൊരു സ്ട്രക്ചർ ആഡ് ചെയ്യുമ്പോഴേക്കും ഒരു മീഡിയം ബഡ്ജറ്റിന് ഉൾപ്പെടുത്തി എല്ലാ ഫർണിച്ചേഴ്സും സീലിംഗ് ഉൾപ്പെടെ ഞങ്ങൾ സ്ട്രക്ചർ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്ട്രക്ചറിൽ കഴിഞ്ഞൊരു മീറ്റിംഗ് വരുമ്പോഴേക്കും അതിൽ എന്തൊക്കെ റിമൂവ് ചെയ്യണം എന്തൊക്കെ ആഡ് ചെയ്യണം എന്ന് നോക്കിയിട്ട് നമുക്ക് അതിൽ തീരുമാനിക്കാം. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ സ്ട്രക്ചർ ആഡ് ചെയ്യാം. ഒരു മീഡിയം ബഡ്ജറ്റ് വെച്ച് എല്ലാ ഫർണിച്ചേഴ്സും എല്ലാ സീലിംഗ്സും ഉൾപ്പെടുത്തി ഒരു സ്ട്രക്ചർ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. എന്നിട്ട് സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താം. ടി വി യൂണിറ്റ് എങ്ങനെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്? ഇപ്പം ടി വി യൂണിറ്റ് അത് ഡിസൈൻ ചെയ്തില്ലടാ അവരെ. ഡിസൈൻ ചെയ്തിട്ട് നമ്മളെ കാണിച്ചു. സ്ട്രക്ചർ വരുമ്പോഴേക്കും ഏറ്റവും കറക്റ്റ് ആയ പൊസിഷൻ ഏതാണ് വരുന്നത് അത് നോക്കി നമ്മൾ ടി വി യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് അത് ഒരു മീറ്റിംഗ് അങ്ങനെ പറയാൻ പാടില്ല. കാരണം വെച്ചാൽ നമ്മൾ 2D റെഡിയാക്കുമ്പോഴേ അതിനകത്ത് ഏത് പൊസിഷനായിരിക്കണം ടി വി യൂണിറ്റ് വരേണ്ടത്, ഏത് പൊസിഷനായിരിക്കും നമുക്ക് പ്ലെയർ വരേണ്ടത്, ബാത്റൂം വരണം, ബാത്ത് കൗണ്ടർ വരണം, ഇതെല്ലാം നമുക്ക് 2D റെഡിയാകുമ്പോൾ തന്നെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് പൊസിഷൻ നോക്കി ആണോ അല്ലല്ലോ ചെയ്യേണ്ടത്. നിങ്ങൾ സ്ട്രക്ചർ ഇതിന്റെ ക്രിസ്റ്റോ കഴിഞ്ഞ ദിവസം നിങ്ങൾ എനിക്ക് അയച്ചേക്കുന്ന ഇത് കറക്റ്റ് ഇതാണോ, പ്ലാൻ ആണോ? അതിനകത്ത് സ്ട്രക്ചർ ഇത് 2D ഡ്രോയിങ്ങിനകത്ത് വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല. അത് തന്നെ 2D ഡ്രോയിങ് അത് തന്നെ. ഓക്കെ, അത് അവരിപ്പോ പറയുന്നത് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് പിന്നെ ഏത് പൊസിഷൻ നോക്കാന്നാണ്. അപ്പോൾ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് ആ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ പൊസിഷൻ പറ്റത്തില്ലാത്ത പൊസിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും?
നമ്മൾ ഇപ്പോഴാണ് അത് ഏത് പൊസിഷനിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് ചെയ്താലല്ലേ നമുക്ക് പിന്നീടാണെങ്കിലും ചെറിയൊരു വ്യത്യാസം ഉള്ളിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ചേഞ്ച് വരുത്താൻ പറ്റത്തുള്ളൂ. നമ്മൾ ഡ്രോയിങ് എടുക്കുമ്പോഴേ നമ്മൾ ഇതിന്റെ പ്ലാന് ഇത് ചെയ്യുമ്പോൾ തന്നെ 2D ഡ്രോയിങ് എടുക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഏതെല്ലാം ഏത് വോളിൽ ഏതൊക്കെ വരും എന്നുള്ളത് എടുക്കാൻ പറ്റുമല്ലോ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് നമ്മൾ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടും അതിനാണ് ഇങ്ങോട്ടും മാറ്റാൻ പറ്റുന്നത് അത് ശരിയായതല്ല. ആദ്യം തന്നെ നമുക്കൊരു ഇത് വേണം. നമ്മുടെ പ്ലാനിനകത്ത് എവിടെയും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ. കാരണം സ്ട്രക്ചർ ചെയ്തെടുത്ത് പിന്നെ നമുക്ക് വീണ്ടും ഡിമോളിഷൻ ചെയ്ത് അങ്ങനെ പൊട്ടിച്ച് ചെയ്ത് നമുക്ക് പിന്നെ എമൗണ്ട് ഇങ്ങനെ ലോസിലേക്ക് വരത്തേ ഉള്ളൂ. അതിനാണ് അല്ല അനീഷേട്ടാ, അതുകൊണ്ടാണ് 3D മൊത്തം ഇപ്പൊ എടുക്കുന്നത്. 3D എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ എവിടെയൊക്കെ വരും അറിയാലോ. എന്നാലും മാറ്റം വരുത്തണേ അത് മാറ്റാമല്ലോ. 3D അതായത് 2D ഓക്കെ ആണെങ്കിൽ മാത്രമേ 3D ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ഹലോ സാർ, ഹലോ പറഞ്ഞോ. കേൾക്കാവോ? ലിവിംഗ് ഏരിയയിലില്ലേ, ലിവിംഗ് ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടത് പ്രയർ യൂണിറ്റ് ആണോ? നമ്മൾ പ്രയർ യൂണിറ്റ് അല്ലേ ഹൈലൈറ്റ് ചെയ്യണ്ടേ? TV യൂണിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഡ്രോയിങ്ങിന്റെ അവിടെ, അതായത് നമ്മുടെ ഗസ്റ്റ് റൂമിന്റെ അവിടെ അല്ലേ കൊടുക്കണ്ടേ? ഇങ്ങനെയാണ് ഇപ്പൊ പ്ലാൻ കൊടുത്തിരിക്കുന്നത്. അന്നേരം നമ്മൾ ലിവിംഗില് എങ്ങനെയാണ് സോഫ സെറ്റ് ചെയ്യേണ്ടത്? L ഷേപ്പിലാണോ യു ഷേപ്പിലാണോ, ഏത് ഷേപ്പിലാണ് സോഫ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ചേസറായിട്ടുള്ള സോഫ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ചേസറോ? ഓക്കെ. അപ്പൊ നമ്മൾ എത്ര സീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത് അവിടെ? 4 സീറ്റർ. അപ്പൊ സാർ നമുക്ക് ഡൈനിങ്ങിലും ലിവിംഗിലും, ഇപ്പൊ ഡൈനിങ്ങിൽ നമ്മൾ ഇരിക്കുന്ന ഏരിയയില് ഈ TV കാണുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്? അത് നമുക്ക് ലിവിംഗിൽ മാത്രമേ വ്യൂ കൊടുക്കാവോ? അങ്ങനെ നോക്കുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ആ ടിവിയുടെ ആ ഒരു സെക്ഷൻ വരുമ്പം റൊട്ടേറ്റിംഗ് എന്നുള്ള രീതിയിൽ റൊട്ടേറ്റബിൾ ആക്കുന്ന രീതിയിൽ വേണോ? അത് വേണ്ട, റൊട്ടേറ്റബിൾ അത് കുറെ കഴിയുമ്പോഴേക്കും കംപ്ലൈന്റ് ആവും കേട്ടോ. കംപ്ലൈന്റ് അത് വേണ്ട, അത് വേണ്ട, റൊട്ടേറ്റ് വേണ്ട. ലിവിംഗ് ഏരിയയിൽ നമുക്ക് കൊടുക്കണം. അപ്പൊ നമുക്ക് പ്രയർ യൂണിറ്റിന്റെ അവിടെ കുറച്ച് സ്പേസ് വേണ്ടേ? നമുക്കവിടെ ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു കുറച്ച് സ്പേസ് കൊടുക്കണ്ടേ? അതിനാണ് പറഞ്ഞത് പ്രയർ യൂണിറ്റിന്റെ അത് മസ്റ്റ് ആയിട്ട് കറക്റ്റ് ആയിരിക്കണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. അതിന്റെ അനുസരിച്ച് അതെ, പ്രയർ യൂണിറ്റ് അവിടുന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുന്നതിന് കുഴപ്പമില്ല, എവിടെയെങ്കിലും സൗകര്യപ്രദമായ സ്ഥലം ഉണ്ടെങ്കിൽ. പ്രയർ യൂണിറ്റ് ഇപ്പൊ അവിടെ തന്നെ വെക്കുവാണെങ്കിൽ വോളിനകത്ത് വെക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ വെച്ച് പിന്നെ നമുക്ക് സോഫ ഇടാൻ പറ്റുന്നത് എവിടെ? അവിടെ വെക്കാൻ പറ്റിയല്ലോ. ഇതിനകത്ത് ഈ പ്ലാനകത്ത് ഇതിപ്പോ എത്ര സ്ക്വയർ ഫീറ്റ് പ്ലിന്തിൽ വന്നേക്കാം? ഞാൻ പ്ലാൻ ഇതിനകത്ത് കാണത്തില്ല. എത്ര വന്നേക്കുന്നത് പ്ലിന്ത് വന്നേക്കുന്നത്? അതായത് ഈ പറഞ്ഞ പൊസിഷനില്ലാത്ത മാറ്റി ഏതെങ്കിലും ഭാഗത്തേക്കായിട്ട് ചെയ്യാനായിട്ട് ചെറിയ വ്യത്യാസമില്ല ഉള്ളതേ ഉള്ളൂ. ഒരു പ്രയറിന്റെ ഇതിന്റെ പൊസിഷൻ പൊസിഷനായിട്ട് എടുക്കാൻ ഒരു സെപ്പറേറ്റ് ആയിട്ട് കിട്ടുമോ ഇല്ലോ എന്നാണ് ചോദിച്ചത്. ഹലോ, അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല. സെപ്പറേറ്റ് ആയിട്ട് ഒരു മുറിയായിട്ട് എടുക്കാനാ, പ്രയർ റൂം എടുക്കാനാ. സെപ്പറേറ്റ് ആയിട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്ന ഏതെങ്കിലും ഭാഗത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം നമ്മുടെ ഓപ്പൺ കോർട്ടിയായിട്ടൊക്കെ കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു സ്പേസ് ആയിട്ട് എവിടെയെങ്കിലും ഇതായിട്ട് പ്രയറിന് മാത്രമായിട്ടൊരു വോള് ഇത് ഒരു ഭാഗം എടുക്കാൻ വല്ല മാർഗം ഉണ്ടോ? അങ്ങനെ ഒരു മാർഗം ഇല്ല ഈ പ്ലാനിനകത്ത്. ഞാനൊരു കാര്യമാണ് ഇത് പറയട്ടെ. ഇവര് ഇപ്പൊ ഇത് സ്ട്രക്ചർ, അതായത് ഇപ്പം ഫ്ലോർ പ്ലാൻ എലിവേഷൻ എല്ലാം കിട്ടുമല്ലോ. ഇതിനകത്ത് ഇന്റീരിയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇന്റീരിയർ ആദ്യമേ 2D ആണ് റെഡി ആകുന്നത്. 2D റെഡി ആയിട്ട് കഴിഞ്ഞ് 2D ഓക്കെ ആണ്, നമ്മൾ ഓക്കെ ആണ് കൺവിൻസ് ആണെങ്കിലാണ് 3Dയിലേക്ക് പോകുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് സാർ. അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ഫർണിച്ചർ പ്ലാൻ ആദ്യം നിങ്ങൾ ഏത് പൊസിഷനിലാണെന്നുള്ളത് 2D റെഡിയാക്കുക. 2D റെഡിയാക്കി കഴിയുമ്പോഴേക്കും അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മളത് പറയും. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ 2D ഓക്കെ ആണെങ്കിൽ, ക്ലയന്റ് 2D ഓക്കെ ആണെങ്കിൽ നമുക്ക് 3D ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇവിടെ ഇല്ലേ ഓപ്പൺ കിച്ചൺ അല്ലേ കൊടുക്കുന്നേ? ഓപ്പൺ കിച്ചൺ ആണ് കൊടുക്കുന്നത്. ഓപ്പൺ കിച്ചൺ ആണ്. അതായത് 2D ചെയ്തൊന്ന് കൊടുക്കാന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് കറക്റ്റ് പറയും. ഞാൻ ഇന്റീരിയർ ചെയ്യുന്ന ആളാണ്, ഇന്റീരിയർ ഡിസൈനിങ് എല്ലാം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. നിങ്ങൾ 2D ആദ്യമേ 2D ഇതിന്റെ സ്ട്രക്ചറും അതുപോലെ ഇന്റീരിയർ ഫർണിഷിങ് കംപ്ലീറ്റ് ഇതിന്റെതും 2D റെഡിയാക്കുക. ഫർണിഷിങ്ങിന്റേത് എവിടെ എന്തൊക്കെ വാർഡ്രോബ്സ് വരുന്നു, സെറ്റ് എവിടെ വരുന്നു, പ്രയർ എവിടെ വരുന്നു, TV യൂണിറ്റ് വരുന്നു. ഫർണിച്ചർ പ്ലാൻ ചെയ്തിട്ട് കാണിക്കാം. ആദ്യം ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും കാണിക്കുക. എന്നിട്ട് അതിൽ നമുക്ക് മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് പറയാം.
സ്ട്രെച്ചർ ചെയ്തതിന് ശേഷം നമുക്ക് ഡിമോളിഷൻ ആകാനുള്ള ഇത് ഉണ്ടാവരുത്. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് 2D ആദ്യം റെഡിയാക്കും കേട്ടോ. കേട്ടോ ക്ലിൻഡോ? ആ അതതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അവർക്കറിയാം. ആദ്യം 2D ചെയ്ത് ക്ലിയർ ചെയ്യാതെ 3D ആക്കാൻ പറ്റത്തില്ല. 3D ആക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ഇതിനെ കഴിഞ്ഞാൽ 2D നമ്മൾ ഓക്കെ ആക്കി അത് 2D കിട്ടാമെങ്കിൽ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറയാം, തരാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേഞ്ച് ചെയ്ത് പറഞ്ഞാൽ മതി. അവർ മാറ്റിക്കൊണ്ട് 3Dയിലേക്ക് ആക്കി തരും. അവർക്കറിയാം അത്. ഓക്കെ. അങ്ങനെയാ ചെയ്യുന്നത്. ഇപ്പോൾ ചോദിച്ചേ, അവരോട് ചോദിച്ചേ, പുള്ളിക്കാരൻ ചോദിച്ചു, മാഡത്തിന് ചോദിച്ചേ. അതെ സർ, അങ്ങനെയല്ല ഞാൻ നമ്മൾ ചോദിച്ചേ. ആദ്യം ഫസ്റ്റ് 2Dയില് ഫർണിച്ചർ പ്ലാൻ ചെയ്യും. അപ്പൊ ഫർണിച്ചർ പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് എന്തൊക്കെ അലൈൻമെന്റുകൾ കറക്റ്റ് ആണോ, ഫർണിച്ചർ കറക്റ്റ് ആണോ, അതിൽ തന്നെ നമ്മൾ സ്പേസിങ്ങും കാര്യങ്ങളും ചെയ്തു വിടും. ഫസ്റ്റ് മീറ്റിംഗിൽ അങ്ങനെ നമ്മൾ കറക്റ്റ് ആക്കി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇന്റീരിയറിലേക്ക് കയറുക. അത്രയും കാര്യം കറക്റ്റ് ആക്കിയാല്. ഓക്കെ, അങ്ങനെ അറേഞ്ച് ചെയ്യുക. അതാ ശരി. അതാകുമ്പോൾ ഇവർക്കും കറക്റ്റായിട്ട് മനസ്സിലാകും. എല്ലാവർക്കും അത് കറക്റ്റായിട്ട് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടോ വേണമെന്നൊക്കെ പിന്നീട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ സാർ ഒരു ഡൗട്ട് ഉണ്ട്, നമ്മളിവിടെ കർട്ടൻ അല്ലേ യൂസ് ചെയ്യുന്നത്? കർട്ടൻ ആണോ ബ്ലൈൻഡ് ആണോ യൂസ് ചെയ്യുന്നത്? ബ്ലൈൻഡ് നോക്കുക. ബ്ലൈൻഡ്. ഓക്കെ. അപ്പൊ ഒന്ന് ആദ്യം നമ്മള് പറഞ്ഞോളൂ. അല്ല ക്ലിൻഡോ, പറഞ്ഞോ അനീഷേട്ടാ. കർട്ടനെ കഴിഞ്ഞ് നല്ല ബ്ലൈൻഡ് ആണ്. ചിലത് എല്ലാം കൊണ്ടും ബ്ലൈൻഡ് ആയിരിക്കും. കുറച്ച് ബ്ലൈൻഡ് തന്നെ നോക്കുക. മതി, ബ്ലൈൻഡ്. ഓക്കെ സാർ, ഇപ്പൊ ഫസ്റ്റ് നമ്മളൊരു ഫർണിച്ചർ വെച്ചിട്ട് ഒരു ലേ ഔട്ട് ഫുള്ള് കാണിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതില് സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരിക, മെഷർമെന്റ് ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പം ഓരോന്നിനും ഇപ്പൊ പ്രെയർ യൂണിറ്റ് എവിടെയായിരിക്കും നേരത്തെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. എവിടെയായിട്ടാണ് പ്രെയർ യൂണിറ്റ് വെച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആവുന്നത്, അതിന് സ്പേസ് എവിടെ വരും. പ്രെയർ യൂണിറ്റ് ആകുമ്പോൾ ഒരു 2-3 പേർക്ക് ഒന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ ആ ഒരു യൂണിറ്റും കൂടെ നമ്മൾ നോക്കണ്ടേ. അങ്ങനെ നമുക്ക് സെറ്റ് ആക്കാം. അവിടെ ലിവിങ് ഏരിയയിൽ ഇപ്പൊ ഒരു പ്രോബ്ലം ആയിട്ട് വരുന്ന ഒരു പ്രെയർ യൂണിറ്റ് വരുന്ന ഏരിയയും TV വരുന്ന ഏരിയയിലും അവിടെയാണ് പ്രശ്നം മൊത്തം. ഫാമിലി ലിവിംഗ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നു അതിനകത്തുണ്ടോ? അത് ഫസ്റ്റ് നമ്മൾ ഗസ്റ്റ് റൂം ആയിട്ടല്ലേ ഫസ്റ്റ് കൊടുക്കുന്ന ഡ്രോയിങ്. അത് കഴിഞ്ഞ് അതായത് ഫാമിലി ലിവിംഗ് ആയിട്ടുള്ളത് പ്ലാൻ സ്ക്രീൻ ഉണ്ട് അനീഷേട്ടാ. ഫാമിലി ലിവിംഗ് ഉണ്ടോ? നമുക്ക് ഫാമിലി ഇതിലിപ്പോൾ സാർ ഇതിലിപ്പം നമുക്ക് ഗസ്റ്റ് റൂം ഉണ്ട്, അതായത് ഡ്രോയിങ്, പിന്നെ ലിവിങ്ങും ഡൈനിങ്ങും ഓപ്പൺ കിച്ചണും സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. പിന്നെ കോമൺ ബാത്റൂം വരുന്നുണ്ട്, പിന്നെ ഒരു വാഷ് ഏരിയ. ഇത്രയാണ് ഒരു സെറ്റ്. പിന്നെ നമ്മുടെ ബെഡ്റൂംസുകൾ വരും. ബെഡ്റൂമില് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് കിച്ചന്റെ ഏരിയയില്, പിന്നെ നോർമൽ ബെഡ്റൂംസ് അത് ഡ്രോയിങ്ങിന്റെ ഏരിയ വരുന്നത് പേരന്റ്സ് ബെഡ്റൂം ആണോ അതോ അല്ലാത്തുള്ള ബെഡ്റൂം ആണോ വരുന്നത്? അങ്ങനെയുള്ള ഒന്നുമില്ല, വെറുതെ ഒരു ബെഡ്റൂം. നോർമൽ ബെഡ്റൂംസ്. ഡ്രോയിങ്ങിലല്ല സെറ്റ് ചെയ്യലാൻ വരുന്നത്. ലിവിംഗില് ഫാമിലി ലിവിംഗിലേക്ക് വരുമ്പോഴത്തേക്കും അത് ഈ TV കൊണ്ട് പ്രയർ അതിനോട് അറ്റാച്ച് ചെയ്യുന്നുള്ള രണ്ടും കൂടെ അറ്റാച്ച് ചെയ്ത് ചെയ്യാനുള്ള ഏരിയ ഉണ്ടോ നോക്കിയോ? അതായത് ഗസ്റ്റിലും ലിവിങ്ങിലും കൂടെ വരുന്ന രീതിക്കോ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? ഫാമിലി ലിവിംഗില് ലിവിങ്ങില് ഇപ്പൊ സാധാരണ ഡ്രോയിങ് റൂമിലാരും TV വെക്കാറില്ല. ഫാമിലി ലിവിംഗ് ആയിട്ടുള്ളിടത്താണ് TV വരുന്നത്. അപ്പം ഫാമിലി ലിവിംഗ് വരുന്നിടത്ത് ഇതിന് രണ്ടിനുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. മറ്റേ സെറ്റ് വരുന്ന ഡ്രോയിങ്ങിനകത്തില്ലേ, ഡ്രോയിങ് റൂമിലല്ലേ? സാർ ഇപ്പൊ ഇതില് ഞാൻ പറയട്ടെ, നമ്മള് സിറ്റ് ഔട്ട് കഴിഞ്ഞ് കേറുന്നത് നമ്മുടെ ഗസ്റ്റ്, അങ്ങനെയല്ലേ? പിന്നെ രണ്ടാമത് വരുന്നത് നമ്മുടെ ഫാമിലി ഡ്രോയിങ് ഒന്ന് നോക്കുക, മറ്റേ ഇതിനകത്തുണ്ട്. സാറിന് പ്രസന്റ് ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ അനീഷേട്ടാ, നമ്മൾ കേറുന്ന ഡ്രോയിങ് റൂമിലോട്ടാ കേറുന്നേ. അതിനകത്ത് നമുക്ക് വലിയ സെറ്റ് കാര്യങ്ങൾ വരുന്നത് ഡ്രോയിങ് റൂമിലാണ് വരുന്നത്. പിന്നെ ഇതിലിപ്പോ പ്ലാനിൽ കൊടുത്തിരിക്കുന്ന 3 സീറ്റിന്റെ ഒരു സിംഗിൾ മാത്രമേ പിന്നെ ഒരു സിംഗിളും കൂടെ 3 സീറ്റർ ഒരു സിംഗിൾ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ പോയിട്ട് വരുന്നത് പിന്നെ ലിവിങ്ങിലോട്ട് വരുമ്പോഴത്തേക്കാണ് അവിടെ ടിവിയും കാര്യങ്ങളെല്ലാം കൂടെ വരുന്നത്. ഡൈനിങ്ങും ലിവിങ്ങും എല്ലാം കൂടെ ഒറ്റ ഇതിലാണ് വരുന്നത് അല്ലേ? കിച്ചൻ്റെ എൻട്രൻസിലേക്ക് പോകുന്ന വഴി അപ്പുറത്ത്
ഈ നമ്മുടെ ലിവിങ്ങിൽ നിന്ന് അങ്ങോട്ട് ഡ്രോയിങ്ങിൽ നിന്ന് അങ്ങോട്ട് കയറുന്നിടത്ത് എൻട്രൻസ്, അതായത് നമ്മുടെ എൻട്രൻസിന്റെ ലെഫ്റ്റിൽ എന്താ കാണിച്ചേക്കുന്നത്? അത് ടിവിയുടെ ഇത് കാണിച്ചേക്കുന്നത്. ടി വി കാണിച്ചേക്കുന്നത്. ആ അവിടെയാണ് ഉം. എനിക്ക് ഉദ്ദേശിച്ചേക്കുന്നത്. ആ ബോൾ എത്ര ഇതുണ്ട് നോക്കിക്കേ. അതങ്ങനെ നോക്കി അറിയാൻ പറ്റില്ലല്ലോ. അറിയത്തില്ല, അവർക്ക് അതിനകത്ത് മെഷർമെന്റ് ചെയ്തിട്ടില്ല. വാളിന്റെ മെഷർമെന്റ് ഇല്ല. വോളിൻ്റെത് ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന 24 പിന്നെ നമുക്ക് 330 സിറ്റ് ഔട്ടിന്റെ ഈ ഒരു സ്ഥലമില്ലേ സാറിന് കാണാലോ, അതായത് നമ്മുടെ സെറ്റ് കിടക്കുന്ന ഏരിയയില്ലേ, ഡ്രോയിങ്ങിന്റെ അവിടെ 330 കൊടുക്കും. പിന്നെ സിംഗിൾ സോഫ വരുന്നിടത്ത് 258 258. ആ പിന്നെ ആ ഒരു ഏരിയ ആയിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് ആ ടിവിയുടെ യൂണിറ്റിന്റെ കാണിച്ചേക്കുന്ന ആ വോള് മറ്റേ W2 അവിടം വരെ എത്ര ഇതുണ്ട്? ഇവിടുന്ന് ഇവിടം വരെ ആ ഒരു വോൾ എത്ര ഉണ്ട്? എൻട്രൻസിന്റെ അവിടെ നിന്ന് W2 അവിടം വരെ എത്ര ഉണ്ട്? എത്ര അടിയുണ്ട്? സാർ ഇത് ലിവിങ് ഏരിയയുടെ ടോട്ടൽ പറയുവാണെങ്കിൽ, അതായത് നമ്മൾ ലിവിങ് ഡൈനിങ്ങും പറയുന്നില്ല, ലിവിങ് ഏരിയയുടെ മാത്രമാണെങ്കിൽ അത് വരിക 378 വരും. 378 വരും. 378 വരുമ്പം ഈ പ്രയർ യൂണിറ്റ് മാക്സിമം 1:10 കൂടുതൽ വീതി വന്നില്ല. 1:10 1:20 കൂടുതൽ നമുക്ക് വേണ്ടി ആവശ്യമില്ല. അപ്പൊ അതും ഇതും കൂടെ ആ വോളിൽ ചെയ്യാണ്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഈ വോളിലോ? ആ വോളില് മൊത്തം ഇന്റീരിയർ വരുമ്പോൾ ഒറ്റ ഇതായിട്ട് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് ഒറ്റ യൂണിറ്റിൽ 2 ഇതായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് അനിഷേട്ടാ, ഇതുണ്ടല്ലോ, ഇതിപ്പം നമ്മൾ ഈ കിഴക്കോട്ടും കൂടെ നോക്കിയിട്ടാണ് ഈ സൈഡിൽ ഇതിനകത്ത് ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ നമുക്ക് ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാല്, നമുക്ക് ഈ ഒരു പ്ലാനില് നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആവാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ സെറ്റിയുടെ മുകളില് പ്രയർ ഏരിയ വരുന്നതാണ് നമുക്ക് അതൊന്നും സെറ്റ് ആവാത്തത്. പൊസിഷൻ മാറ്റാണ്ട് വല്ല അതുണ്ടോ? ആ കിഴക്ക് അത് അങ്ങോട്ട് വരുന്നതാണ്. ഞാൻ പറഞ്ഞത് അതിന് ആ കിഴക്ക് നോക്കണ്ട, പ്രയറിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ? അത് വേണമെങ്കിൽ എൽ ഷേപ്പ് യു ഷേപ്പ് ആയിട്ട് നേരെ പാർട്ടീഷൻ ചെയ്യുന്ന രീതി കൂടെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ടി വി കൊണ്ടും പ്രയറും ഇത് ചെയ്യാൻ പറ്റും, അതിന്റെ ഉള്ളിൽ നിൽക്കുകയും ചെയ്യും. അവിടെ 2 ജനലൊക്കെ വരുന്നുണ്ട്. അവിടെ ജനലൊക്കെ വരുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ടി വി ഓൾറെഡി നിൽക്കുന്ന പൊസിഷനിൽ നിൽക്കട്ടെ, സെറ്റിയുടെ പൊസിഷൻ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ ആക്കി കഴിഞ്ഞാൽ എൻട്രൻസ് ഇതിലിങ്ങനെ ചെന്ന് അപ്പുറത്തെ കിച്ചണിലേക്ക് കയറുന്ന രീതിയിൽ നേരെ നമ്മുടെ യു ഷേപ്പിലേക്ക് ഇടുകയല്ലേ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ എൽ ഷേപ്പ് ഇവിടുന്ന് പാർട്ടീഷൻ ചെയ്യുന്ന രീതിയിൽ കൂടെ ഇത് സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നത്. അങ്ങനെ ഇട്ട് നോക്കത്തില്ല. അങ്ങനെ ഇട്ടാൽ ഈ പറഞ്ഞ കിഴക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഈ പൊസിഷനെ ഇത് ചെയ്തെടുക്കാൻ പറ്റും കുഴപ്പമില്ല. അപ്പൊ ടി വിയുടെ ഇപ്പുറത്തിരുന്ന് കഴിഞ്ഞാൽ ടി വിയും കാണാം, പ്രയറിന്റെ ഒന്നിനും പ്രശ്നം വരത്തില്ല. ഈ എൻട്രൻസിന്റെ ഇതിലെ പോയി സാർ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം. ഇപ്പൊ നമ്മുടെ ഈ ഡോറില്ലേ, അതായത് നമ്മുടെ ഡ്രോയിങ്ങിന്റെ ഡോറിന്റെ അവിടെ തൊട്ട് ഓപ്പൺ കിച്ചന്റെ ഏരിയ വരെ, എന്നിട്ട് ഓപ്പൺ കിച്ചന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ ഇപ്പൊ സിംഗിൾ സോഫ കിടക്കുന്ന ഏരിയയിലേക്ക് ഒരു എൽ ഷേപ്പിൽ ഒരു സോഫ കൊടുക്കും. അതെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രയർ യൂണിറ്റിന് പ്രശ്നം വരത്തില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞത്. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സെന്റർ ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രയർ ഏരിയയും ഇതും തമ്മിൽ കുറച്ചും കൂടെ ഗ്യാപ്പ് കിട്ടും. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാല് ഇവിടെ ആയിട്ടായിരിക്കും നമ്മളിപ്പോ വെച്ചിരിക്കുന്നതിനകത്ത് സോഫയുടെ അറേഞ്ച്മെന്റ് തിരിച്ചു വെച്ചേക്കും. ഓപ്പോസിറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ടി വിക്കും പ്രശ്നം വരത്തില്ല, പ്രയറിനും പ്രശ്നം വരത്തില്ല. പറഞ്ഞാൽ കിഴക്കിന്റെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാകത്തില്ല തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ 2 സ്ഥലം വിൻഡോ ആകുമ്പോൾ 2 വിൻഡോയ്ക്ക് നടക്കായിട്ട് പ്രൈവറ്റ് യൂണിറ്റ് നിൽക്കുകയും ചെയ്യും, വൃത്തിയായും ചെയ്യും. അത് കറക്റ്റ് പൊസിഷനുമായിട്ട് നിൽക്കും. അങ്ങനെ ചെയ്ത് നോക്കില്ല. അങ്ങനെ ഡ്രോയിങ് റെഡിയാക്കിയിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഡെമോ കാണിച്ചു തരാം സാർ. അതായത് ഒന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ ഒന്ന് കാണിക്കാം, രണ്ടാമത് ആ ഒരു എൽ ഷേപ്പിൽ വരുന്ന രീതിയിലും കാണിക്കാം. അപ്പം കുറച്ചുകൂടെ ക്ലാരിറ്റി ആവുമല്ലോ. അതെ. നമ്മുടെ സ്റ്റെയർ വരുന്നത് എൽ ആണോ യു ആണോ, ഏത് ഷേപ്പാണ് വരുന്നത്?
ഇതിപ്പോ കാണിച്ചേക്കുന്നത് എൽ ഷേപ്പ് അല്ലേ കാണിച്ചിരിക്കുന്നത്? ഇതിലിപ്പോ എല്ലാണ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ കേറി ഇവിടെ വന്നു, പിന്നെ നമ്മുടെ കോമൺ ബാത്റൂമിന്റെ മണ്ടയിലൂടെ കേറിയിട്ടല്ലേ പിന്നെ പോകുന്നത്, അങ്ങനെയല്ലേ വരുന്നത്? യു ഷേപ്പ് അല്ലേ മറ്റേ ആ അപ്പറിന്റെ ഇത് കേറി മേളിൽ കേറി തിരിഞ്ഞു ഫസ്റ്റ് വരുമ്പോ ഫ്ലോറിന്റെ അപ്പേർ ഒന്ന് വരുമ്പോ യു ഷേപ്പ് വരും. യു ഷേപ്പ്. ഫസ്റ്റ് ഫ്ലോറിന്റെ അതൊന്ന് എടുത്തോ, അപ്പം കറക്റ്റ് അറിയാം. യു ഷേപ്പാ വരുന്നത്. അല്ല യു ഷേപ്പ് വരും. അതായത് ഇത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോൾ യു ഷേപ്പ് വന്നാലല്ലേ പറ്റുള്ളൂ. കണ്ടോ? ഓക്കെ. യു അതെ. ഷേപ്പ്. അപ്പൊ ഇവിടെ ഒരു സീൻ വരുന്നുണ്ടോ? ഇവിടെ ഒരു സീൻ ഉണ്ട്. അതിന്റെ ഇടയ്ക്കൊരു സീൻ വരും. ഓക്കെ ഇടയ്ക്ക് സീൻ വരും. ഓക്കെ. സാർ ഹലോ പറഞ്ഞോളൂ. സാർ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാം ഉടനെ തന്നെ. അതൊന്ന് ഇപ്പൊ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തിട്ട് നമ്മളൊന്ന് കാണിക്കാം. അപ്പൊ നോക്കിയിട്ടേ പറയാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ. ഓക്കെ, ശരി.